ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന് ഉപയോഗിക്കാവുന്ന ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള കുറേ സോഫ്റ്റ്വെയറിനെ പറ്റി പറഞ്ഞു അല്ലേ. അത് കാണാത്തവരാണെങ്കിൽ ഇവിടെ ഐ ബട്ടൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നത് കോമൺ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർസ് ആയിരുന്നു. പ്രൊഫഷണൽ യൂസിന് ഉപയോഗിക്കാവുന്ന അധികം സോഫ്റ്റ്വെയറൊന്നും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. 1-2 എണ്ണം മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രൊഫഷണലി നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ലൈക്ക് AutoCAD, അതുപോലെ അഡോബിൻ്റെ ഇല്ലുസ്ട്രേറ്റർ, അതുപോലെ തന്നെ അനിമേഷന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന അത്തരം സോഫ്റ്റ്വെയറുകളുടെ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഓൾട്ടർനേറ്റീവ് ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ്. സോ തുടങ്ങല്ലേ. പ്രൊഫഷണൽ സോഫ്റ്റ്വെയറിനെ പറ്റി പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ പറയേണ്ടത് ആരാണ്? ബ്ലെൻഡറാണ്. ബ്ലെൻഡർ എന്ന് പറയുന്നത് ദി മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, പ്രൊഫഷണൽ ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള, അതും ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ളൊരു കമ്പ്യൂട്ടർ 3D ഗ്രാഫിക്സ് സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ആളുകളും ബ്ലെൻഡറിനെ പറ്റി കേട്ടിട്ടുണ്ടായിരിക്കും. കാരണം ദിസ് ഈസ് വൺ ഓഫ് ദ ഇൻഡസ്ട്രി ലീഡിങ് അല്ലെങ്കിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ആനിമേറ്റഡ് ഫിലിംസ് ക്രിയേറ്റ് ചെയ്യണോ, VFX ക്രിയേറ്റ് ചെയ്യണോ, വിർച്വൽ റിയാലിറ്റി ഗെയിംസ് ക്രിയേറ്റ് ചെയ്യണോ, 3D ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യണോ, 3D മോഡലിംഗ് ചെയ്യണോ, മോഷൻ ഗ്രാഫിക്സ് ചെയ്യണോ, എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് ബ്ലെൻഡർ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, കുറേയധികം പ്രൊഫഷണൽ സോഫ്റ്റ്വെയർസ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ. പക്ഷേ ഇതുപോലെ അഡ്വാൻസ്ഡ് ആൻഡ് പവർഫുൾ ആയിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തും കിട്ടില്ല എന്നുള്ളതാണ്. സോ നിങ്ങൾ ഇത്തരം ആനിമേറ്റഡ് 3D ഗ്രാഫിക്സ് അങ്ങനെയുള്ള ഫീൽഡുകളിലാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നതെങ്കിൽ ബ്ലെൻഡർ എന്ന് പറയുന്നത് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾ ഉറപ്പായിട്ട് ഉപയോഗിക്കേണ്ട ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് ബ്ലെൻഡർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് FreeCAD ആണ്. FreeCAD എന്ന് പറയുമ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ, ഇതൊരു CAD-ന് വേണ്ടി യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ്. CAD ഡിസൈനിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ടൂളാണ്. നിങ്ങൾക്കറിയാം AutoCAD ഒക്കെ ആയിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് കേട്ടിട്ടുണ്ടായിരിക്കുക. പക്ഷേ അതിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഫോർ 3D ആൻഡ് 2D മോഡലിങ്ങിന് ഉപയോഗിക്കാവുന്ന ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് FreeCAD എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ യൂസർ ഇൻ്റർഫേസ് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, നിങ്ങൾ AutoCAD ഒക്കെ യൂസ് ചെയ്ത് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇതിൻ്റെ ടൂൾസും മറ്റേ കാര്യങ്ങളൊക്കെ എടുക്കണമെങ്കിൽ കുറച്ചൊന്ന് പഠിച്ചെടുക്കേണ്ടി വരും. പക്ഷേ അത് ഏതൊരു സോഫ്റ്റ്വെയറും അങ്ങനെ തന്നെയാണല്ലേ, പുതിയതായിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ലേണിംഗ് കർവ് അവിടെ ഉണ്ടായിരിക്കും. വൺസ് നിങ്ങളത് പഠിച്ചെടുത്തു കഴിഞ്ഞാൽ ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഫഷണൽ CAD സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, മൂന്നാമത്തെ സോഫ്റ്റ്വെയർ ആണ് LibreCAD എന്ന് പറയുന്നത്. LibreCAD എന്ന് പറയുമ്പോൾ അതും ഒരു CAD-ന് വേണ്ടി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ്. പക്ഷേ ഇത് 2D മോഡലിംഗ് മാത്രമാണ് നമുക്കിവിടെ പറ്റുള്ളൂ. നൗ LibreCAD ഞാൻ എടുത്തു പറയാനുള്ള കാരണം വേറെ ഒന്നുമല്ല, നിങ്ങൾ AutoCAD ഒക്കെ യൂസ് ചെയ്ത് വരുന്നവരാണെങ്കിൽ LibreCAD-ൻ്റെ യൂസർ ഇൻ്റർഫേസ്, അതിൻ്റെ ടൂളൊക്കെ പ്ലേസ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ AutoCAD ആയിട്ട് സിമിലർ ആണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന ആളുകൾക്ക് ഈസിലി LibreCAD പ്രത്യേകിച്ച് ഒരു ലേണിംഗ് കർവൊന്നുമില്ലാതെ തന്നെ മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, മാത്രമല്ല LibreCAD എന്ന് പറയുന്നത് വളരെ വെൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. വളരെ കൂടുതൽ അൺനെസസറി ആയിട്ടുള്ള ഫീച്ചർ കൊണ്ട് ബ്ലോട്ട് ചെയ്തിട്ടുള്ള ആ രീതിയിലുള്ള സോഫ്റ്റ്വെയർ ഒന്നുമല്ല, വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഫ്രീക്വൻ്റ്ലി അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു കമ്മ്യൂണിറ്റി ഉള്ള ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് LibreCAD എന്ന് പറയുന്നത്. സോ 2D മോഡലിംഗ് മാത്രമാണ് നിങ്ങൾ പരിഗണിക്കുന്നതെങ്കിൽ LibreCAD എന്ന് പറയുന്നത് ദി ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഒരു ഓപ്ഷൻ ആയിരിക്കും. ഓക്കെ, ഇനി നാലാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് Inkscape ആണ്. Inkscape-നെ പറ്റി പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടാവില്ല, 8ാം ക്ലാസ്സിലൊക്കെ IT ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളൊരു ചാപ്റ്റർ ആയിരുന്നു Inkscape എന്ന് പറയുന്നത്. പക്ഷെ അവിടെ പഠിച്ച പോലെയല്ല, ഇത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ടൂൾ കൂടിയാണ്. അതായത് വെക്ടർ ഗ്രാഫിക്സ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ Inkscape യൂസ് ചെയ്യാറുള്ളത്. നിങ്ങൾ അഡോബിൻ്റെ ഇല്ലുസ്ട്രേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ, അതിനൊക്കെ പകരം വയ്ക്കാവുന്ന, അറ്റ്ലീസ്റ്റ് ഐ തിങ്ക് അഡോബ് ഇല്ലുസ്ട്രേറ്ററിനെ ഡയറക്റ്റ്ലി കമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്, ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് Inkscape എന്ന് പറയുന്നത്. സോ നിങ്ങൾ ആ വെക്ടർ ഗ്രാഫിക്സ് മാനിപ്പുലേഷൻ്റെ ആ സൈഡിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ Inkscape എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആണ്. ഓക്കെ, ഇനി അഞ്ചാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് Audacity ആണ്. Audacity-നെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കില്ലേ. ഐ തിങ്ക് ഇത് വൺ ഓഫ് ദ പോപ്പുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ് Audacity എന്ന് പറയുന്നത്. വലിയൊരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ട് ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിറ്റിയിൽ. ഇതൊരു ഓഡിയോ എഡിറ്റിംഗ് ടൂളാണ്. ഓക്കെ, പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ഓഡിയോസിനെ എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളതാണ്. സോ നിങ്ങളൊരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ ഓഡിയോ എഡിറ്റർ ആണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ Audacity എന്ന് പറയുന്നത് നല്ലൊരു ഓൾട്ടർനേറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി ആറാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് NextCloud ആണ്. NextCloud എന്ന് പറയുന്നത് ഒരു
ക്ലയൻറ്റ് ടു സെർവർ ഫയൽ ഹോസ്റ്റിംഗ് സർവീസാണ്. അതായത് നമുക്കറിയാലേ, നമുക്കിപ്പോൾ പ്രൈവറ്റ് ആയിട്ടൊക്കെ നമുക്കൊരു സെർവർ ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫയൽ ഷെയർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഈ സെർവർ സ്ക്രിപ്റ്റൊക്കെ എഴുതിണ്ടാക്കുക എന്ന് പറയുന്നത് അത് പ്രൊഫഷണലായിട്ട് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രം പറ്റുന്നൊരു കാര്യമാണ്. പക്ഷേ കുറേ സർവീസുകൾ അങ്ങനെയുണ്ട്, പൈസ കൊടുത്ത് നിങ്ങൾക്ക് ഈ സെർവറൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഇത്തരം സർവീസ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അവിടെയാണ് നെക്സ്റ്റ് ക്ലൗഡ് വരുന്നത്. നെക്സ്റ്റ് ക്ലൗഡ് എന്ന് പറയുന്ന ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവരുടെ കോഡ് എടുത്ത് നിങ്ങളുടെ ഒരു ക്ലയൻറ്റ് സെർവർ ഫയൽ ഷെയറിംഗ് സെർവറിലേക്ക് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം ഈസി ആയിട്ട്. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു കഷ്ടപ്പാടൊന്നുമില്ല. അത് ഡയറക്റ്റ്ലി ഇതിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. എന്താണ് ലൈക്ക് ഡ്രോപ്പ് ബോക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലേ, നമ്മുടെ സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഹോസ്റ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സിസ്റ്റത്തിലൊരു ഡ്രോപ്പ് ബോക്സിൽ ഒരു ഡാറ്റ ഇട്ട് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് എടുത്ത് നിങ്ങൾക്ക് എവിടെ പോയി ആക്സസ് ചെയ്താലും നമ്മുടെ ഡാറ്റ കിട്ടില്ലേ. അതുപോലെ തന്നെയാണ് ഈ നെക്സ്റ്റ് ക്ലൗഡ് വർക്ക് ചെയ്യുന്നതെങ്കിലും നെക്സ്റ്റ് ക്ലൗഡ് എന്ന് പറയുന്നത് കുറച്ചുകൂടിയും ഒരു ഹൈ ലെവലാണ്. മാത്രമല്ല ഇതൊരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. സോ ഇത് നിങ്ങൾ ഈ റാസ്ബെറി പൈ ഒക്കെ വെച്ച് വീട്ടിൽ ഹോം സെർവറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതും നെക്സ്റ്റ് ക്ലൗഡാണ്. ഓക്കെ, സോ ഇനി അങ്ങനെയൊക്കെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്കലായിട്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾക്കൊരു സെർവറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലൗഡ് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതൊക്കെയാണ് പ്രൊഫഷണലായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് നല്ല ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇനിയും കുറേ അധികം ഉണ്ട്, അത് പറഞ്ഞത് ഇവിടെ കൊണ്ടൊന്നും തീരില്ല. ഓക്കെ, എന്തായാലും കുറച്ചുകൂടി കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇനി സോഫ്റ്റ്വെയർ കൂടി പറഞ്ഞ് ഞാൻ ഇവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഓക്കെ, അതിൽ ഒന്നാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് VLC തന്നെയാണ്. VLCനെ പറ്റി അധികം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള മീഡിയ പ്ലെയർ ആണ്. മീഡിയ പ്ലെയർ എന്നതിന് പകരം മീഡിയ ഫോർമാറ്റിംഗ്, മീഡിയ സ്ട്രീമിംഗ് തുടങ്ങിയിട്ടുള്ള കുറേ അധികം ഫീച്ചേഴ്സ് അവിടെ അവൈലബിൾ ആണ്. ഇനി രണ്ടാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ജോപ്ലിൻ ആണ്. ജോപ്ലിൻ എന്ന് പറയുന്നത് ഒരു നോട്ട് ടേക്കിംഗ് ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഈ ഗൂഗിൾ നോട്ടും ബാക്കിയുള്ള നോട്ട് ആപ്ലിക്കേഷൻ്റെ പോലെ എവർ നോട്ടൊക്കെ പോലുള്ള ഒരു നോട്ട് ടേക്കിങ്ങിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. നിങ്ങളുടെ പ്രൈവസിനെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന ഒരു നോട്ട് ടേക്കിംഗ് സോഫ്റ്റ്വെയർ കൂടിയാണ്. സോ അതാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ജോപ്ലിൻ എന്ന് പറയുന്നത് ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. മൂന്നാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് qBittorrent ആണ്. qBittorrent എന്ന് പറഞ്ഞാൽ ഒരു ടൊറൻറ്റ് ക്ലയൻ്റ് ആണ്. നിങ്ങൾ ടൊറൻറ്റ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ കുറേ അധികം ടൊറൻറ്റ് ക്ലയൻറ്റ് അവൈലബിൾ ആണ് ഫ്രീ ആയിട്ടില്ലേ. പക്ഷേ അതിന് നല്ലത് ഈ ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള qBittorrent ഉപയോഗിക്കുന്നതാണ്. അതാകുമ്പോൾ കുറച്ചും കൂടി പറഞ്ഞ പോലെ തന്നെ കുറച്ചും കൂടി സേഫാണ്. മാത്രമല്ല കുറച്ചും കൂടി നമ്മുടെ പ്രൈവസിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. നാലാമത്തെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഫയർഫോക്സ് ആണ്. ഫയർഫോക്സിനെ പറ്റി അധികം പറയേണ്ട, അതൊരു ബ്രൗസറാണ്. മേ ബി ക്രോമിനൊന്നും അത്രയും സ്പീഡ് കിട്ടുന്നില്ല എന്ന് പല ആളുകളും അതിൻ്റെ ഇഷ്യൂ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഒരു പ്രൈവസിയുടെ കാര്യത്തിൽ ക്രോമിനേക്കാൾ അല്ലെങ്കിൽ ക്രോമിയം ബേസ്ഡ് ആയിട്ടുള്ള ഏതൊരു ബ്രൗസറിനെക്കാട്ടും ബെറ്റർ ഫയർഫോക്സ് തന്നെയാണ്. ഓക്കെ, അഞ്ചാമത്തെ സോഫ്റ്റ്വെയർ ആണ് തണ്ടർബേർഡ് എന്ന് പറയുന്നത്. തണ്ടർബേർഡ് എന്ന് പറയുന്ന ഒരു ഇമെയിൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ആണ്. അതായത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇമെയിലിൻ്റെ ഇൻബോക്സസ് നിങ്ങൾക്ക് ഇവിടേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, വളരെ സൂപ്പറായിട്ടുള്ളൊരു UI ഒക്കെ ഉണ്ട് അതിനെ. മാത്രമല്ല ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് മോസില്ലയാണ്. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഇമെയിൽ മാനേജ്മെൻ്റ് ആണ് സോഫ്റ്റ്വെയർ ആണ് തണ്ടർബേർഡ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് മറ്റ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് ചില സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ കുറേ അധികം സോഫ്റ്റ്വെയർസ് ഉണ്ടാവില്ലേ. നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അത് കൊടുക്കുക. സോ ഇനി മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.